ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തലനാരിഴയ്ക്കാണ് നമ്മുടെ സേനൻ രക്ഷപ്പെട്ടതെന്ന് പറയാം അല്ലേ. തലനാരിഴയ്ക്കെന്ന് പറഞ്ഞാൽ തലനാരിഴയ്ക്ക് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവൻ എടുക്കാമെന്ന പ്രതീക്ഷകളുമായിട്ട് രാഹുൽ ആ മറുവശത്ത് ഇങ്ങനെ നിന്ന് വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ കൃത്യസമയത്തുള്ള നമ്മുടെ രൂപയുടെ ഇടപെടലുകൾ കൊണ്ടാണ് സേനൻ്റെ ജീവൻ രക്ഷപ്പെട്ടത്. എന്തായാലും അച്ഛനെ കൊല്ലാൻ വന്ന കൊലയാളിക്ക് നേരെ കത്തിയുന്ന ഭയം പോലും ഇല്ലാതെ നമ്മുടെ കിരൺ ചാടി വീണു. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് അവനെ എടുത്തിട്ട് പൊതിച്ചു. ശരിക്കും നമ്മുടെ കിരൺ കൊടുത്ത് അവനിട്ട് കിട്ടാവുന്നതിൻ്റെ മാക്സിമം അവൻ മേടിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിയത്. അത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നമ്മുടെ CS ഇങ്ങനെ അന്താളിച്ചിങ്ങനെ നിൽക്കുക. ഈ ഒരു അവസ്ഥ അത് അദ്ദേഹത്തിന് പെട്ടെന്ന് ഭയങ്കര ഒരു ഷോക്കായിപ്പോയി. അങ്ങനെ ആ ഒരു ഇതിൽ പേടിച്ച് വരച്ച് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് മക്കളെല്ലാവരും കൂടെ ഓടി വന്നിട്ട് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. എന്നിട്ട് അച്ഛൻ സൂക്ഷിക്കണം, അച്ഛൻ്റെ നേരെ ഒരു കൊലയാളി എപ്പോഴും പാത്തിരിപ്പുണ്ടെന്നുള്ളൊക്കെ കാര്യം പറഞ്ഞു. അങ്ങനത്തെ നമ്മുടെ കിരണും അതുപോലെ സോണിയും കല്യാണിയും ബൈജുവും പാർമോളും ഇവരെല്ലാവരും കൂടെ ചേർന്ന് CS കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ഇനിയിപ്പോൾ പുറത്ത് നിൽക്കണ്ടെന്നുള്ളൊരിത്. അപ്പോഴേക്കും ഈ കൊലയാളി ഓടിക്കതച്ച് രാഹുലിൻ്റെ മുന്നിലെത്തി. രാഹുലാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഈ മരണവാർത്ത കേൾക്കാൻ, അല്ലെങ്കിൽ CS കുത്തി എന്നുള്ളൊരു വാർത്ത കേൾക്കാനായിട്ട്. അങ്ങനെ ഇവൻ ജീവനും കൊണ്ട് ഓടിപ്പാഞ്ഞു. അതായത് കിരണിൻ്റെ അടിയിടിയും ചവിട്ടും തൊഴിയൊക്കെ മേടിച്ച് ഓടിപ്പാഞ്ഞ് രാഹുലിൻ്റെ അടുത്ത് ചെന്നു. രാഹുൽ ഇവനെ കണ്ടപ്പോഴേക്കും വലിയ പ്രതീക്ഷയോടെ കൂടെ ചോദിക്കുകയാണ്, എങ്ങനെയാ നടന്നോ, അവനോട്ട് കൊടുക്കാനുള്ളത് കൊടുത്തോ എന്നുള്ളത്. സാർ, എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്നെ ആരാ ഒറ്റിയതെന്ന് ചോദിച്ചു. ഒറ്റാനോ? താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത്? താനെന്താ പോയ കാര്യമൊന്നും നടത്താതെയാണോ തിരിച്ചു വന്നിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, സാർ കൂടുതൽ എൻ്റെ മുന്നിൽ ഉരുണ്ട് കളിക്കാനൊന്നും നിൽക്കണ്ട, സാർ എന്നെ ഒറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ തനിക്ക് കൊട്ടേഷൻ തന്നിട്ട് എന്തിനാണോ ഞാൻ തന്നെ ഒറ്റുന്നത്? തനിക്ക് എന്താണോ പറ്റിയതെന്ന് ചോദിച്ചു. പിന്നെ എന്താ, വേറെ ആരാ ഈ ന്യൂസ് പുറത്തു വിട്ടത് ആരാണെന്ന് ചോദിച്ചപ്പം, ന്യൂസ് പുറത്തു വിടാനോ? ഇന്നത്തെ എൻ്റെ പ്ലാനിങ് ഒരു ഈച്ച കുഞ്ഞു പോലും അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ, നമ്മളല്ലാതെ മറ്റാരും അറിഞ്ഞിട്ടില്ല, അങ്ങനെയുള്ളപ്പോൾ ഈ വിവരം ചോർത്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അയാൾ മരണപ്പെട്ടേനെ. പക്ഷേ ഞാൻ അയാൾക്കരികിലേക്ക് കത്തിയുമായി അടുത്തപ്പോഴേക്കും അയാളുടെ മകനുണ്ടല്ലോ, കിരണെന്ന് പറയുന്നവൻ, അവൻ ചാടി വീണ് എൻ്റെ കയ്യിൽ നിന്ന് കത്തിയൊക്കെ തട്ടി തെറിപ്പിച്ച് കുറേ എനിക്കിട്ട് അടിയിടിയൊക്കെ തന്നെന്ന് പറഞ്ഞു. താൻ എന്തൊക്കെയാണ് ഈ പറയണേ? അപ്പോൾ ഇതൊന്നും നടന്നില്ലേ എന്ന് ചോദിച്ചു. നടന്നില്ലെന്നല്ലേ സാറിനോട് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞത്. ആരാണ് ഈ പണി എനിക്കിട്ട് തന്നതെന്ന് സാറ് പറഞ്ഞേ പറ്റുള്ളൂ, സാർ അറിയാതെ ഒരിക്കലും അത് സംഭവിക്കില്ലെന്നൊക്കെ പറയുമ്പോൾ, ഇല്ലടോ സത്യമായിട്ടും ഞാനൊന്നും അറിഞ്ഞിട്ടില്ല, ഞാൻ ഒരിക്കലും തന്നെ അങ്ങനെ ഒറ്റിയിട്ടുമില്ല, ഞാൻ തനിക്ക് വർക്ക് തന്നിട്ട് തന്നെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോടോ എന്ന് ചോദിച്ചപ്പം, എങ്കിൽ സാറ് സൂക്ഷിച്ചോ, സാറിൻ്റെ വീട്ടിൽ ഒരാളുണ്ട്, ഒരു ഒറ്റുകാരനുണ്ട്, അയാളാണ് ഇതിനകത്ത് കിടന്ന് കളിക്കുന്നത്, സാറ് നോക്കിക്കോ, സാറ് വളരെ സൂക്ഷിച്ചോളണം, അല്ലെങ്കിൽ സാറിൻ്റെ ഓരോ പദ്ധതികളും പൊളിയും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയണം. അപ്പോഴേക്കും നമ്മുടെ രാഹുലിൻ്റെ മനസ്സിൽ ആദ്യം കയറി വന്ന രൂപം അല്ലെങ്കിൽ മുഖം എന്ന് പറയുന്നത് മനോഹറിൻ്റെയാണ്. ഇനിയിപ്പോൾ മനോഹറായിരിക്കുമോ ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നുള്ള ഒരു ചിന്ത പെട്ടെന്ന് തന്നെ രാഹുലിന് വന്നു. കാരണം മനോഹറല്ലാതെ തൻ്റെ നോട്ടത്തിൽ ഇങ്ങനെ ഒരു പണി തരാനായിട്ട് ആരെയും കാണുന്നില്ല. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും എന്നുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇയാൾ പറഞ്ഞു, സാറേ ഇനി ഇങ്ങനെയാണെങ്കിൽ എന്നെ ഈ പണിക്ക് കിട്ടത്തില്ല, ഞാൻ ഇതിന് നിൽക്കത്തില്ല, ശരീരം നോവുന്ന ഒരു പണിക്ക് എന്നെ വിളിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ പറയാം. അപ്പോൾ ഈ ഒരു തവണയല്ലേടോ അത് ഫ്ലോപ്പായി പോയുള്ളൂ, അടുത്ത തവണ എന്താ തനിക്കത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ കഴിയില്ലേ എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ രാഹുൽ ഇയാളോട് ചോദിച്ചു. ഞാൻ എങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കിയാലും ഇങ്ങനെ കാര്യങ്ങളെല്ലാം നശിപ്പിക്കുന്ന ഒരാൾ കൂടെ സാറിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇതിനൊക്കെ കഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം എന്നും ചോദിച്ചുകൊണ്ട് ഇയാൾ പറയാം. അപ്പോൾ ഇതോടുകൂടി തനിക്ക് പറ്റിയ അബദ്ധമൊക്കെ മാറിക്കോളും, ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, എന്തായാലും ചന്ദ്രസേനൻ എന്ന് പറയുന്നവൻ്റെ ആയുസ് എടുക്കുന്നത് എനിക്ക് കാണണം, അവൻ്റെ മരണം കേൾക്കാതെ തന്നെ ഞാൻ വെറുതെ വിടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രാഹുൽ അയാൾക്കെതിരെ തിരിഞ്ഞു. അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ അവിടെ സംഭവിക്കും കേട്ടോ. അപ്പോൾ അവിടെ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് രാഹുൽ ഇങ്ങ് പോന്നു. ഈ സമയത്ത് നമ്മുടെ രൂപയാണെങ്കിൽ ആ ഒരു ഈശോയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ പുണ്യാളൻ്റെ മുന്നിൽ നിന്ന് ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മുടെ രൂപയെ വേഗം തന്നെ കല്യാണി വിളിച്ചു. കല്യാണി വിളിച്ചപ്പോൾ അമ്മ ഫോൺ എടുത്തു. അമ്മേ, മോളെ എന്തായി മോളെ എന്ന് ചോദിച്ചു ഭയങ്കര ടെൻഷനോട് കൂടി ഇങ്ങനെ രൂപ ചോദിക്കുക. അമ്മ പേടിക്കൊന്നും വേണ്ട, വിഷയങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അമ്മ എവിടെയാണെന്ന് ചോദിച്ചു. വേഗം തന്നെ രൂപ പറഞ്ഞു ഞാൻ ഇന്നടുത്തുണ്ടെന്ന്. പെട്ടെന്ന് തന്നെ കല്യാണി അമ്മയോട് അങ്ങോട്ടൊക്കെ വരാമെന്നും പറഞ്ഞു ഫോണും കട്ട് ചെയ്ത് ഓടുവാണ് രൂപയെ കാണാനായിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ രൂപ ഇങ്ങനെ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അമ്മയ്ക്കരികിലേക്ക് ഓടി ചെന്നു കല്യാണി എന്നിട്ട് രൂപയോട് സത്യങ്ങളും കാര്യങ്ങളും എല്ലാം പറയുവാണ്. അപ്പോൾ മോളെ, ആ നിമിഷം തൊട്ട് ഈ നിമിഷം വരെ ഞാൻ പുണ്യാളൻ്റെ മുന്നിൽ മെഴുകുതിരി കത്തിച്ചു പ്രാർത്ഥിച്ച് നിൽക്കുക ായിരുന്നു. എൻ്റെ ചന്ദ്രേട്ടൻ ഒരു ആപത്തും വരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അമ്മയുടെ പ്രാർത്ഥന എന്തായാലും ഈശ്വരൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ വന്ന കൊലയാളിക്ക് കഴിഞ്ഞില്ലമ്മേ എന്ന് പറഞ്ഞു.
അത് അങ്കിളിൻ്റെ തന്നെ പണിയാണെന്ന് അമ്മയ്ക്ക് ഉറപ്പാണോ എന്ന് കല്യാണി ചോദിച്ചപ്പം അവനല്ലാതെ ഇതുപോലൊരു ദ്രോഹം മറ്റാരും ചെയ്യില്ല മോളെ, അവൻ മനഃപൂർവ്വം ചന്ദ്രേട്ടനെ കൊല്ലാൻ വേണ്ടി തന്നെ ആളെ ഇറക്കിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ എങ്ങനെ ഇത് അറിഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അമ്മ അറിഞ്ഞതൊന്നും മോള് കാര്യമാക്കണ്ട, മോൾ അത് അറിയുകയും വേണ്ട അമ്മ എങ്ങനെ അറിഞ്ഞതെന്ന്. പക്ഷേ ഓരോ നിമിഷവും അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൊലയാളിയുണ്ട്, എൻ്റെ മോള് അത് ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈ കിരണും കല്യാണി ഇവരെല്ലാവരും കൂടെ CS-നെ വീടിനകത്തേക്ക് കയറ്റിക്കൊണ്ട് പോയി ഇനി CS-നോട് വളരെയേറെ സൂക്ഷിക്കണമെന്നും അച്ഛൻ്റെ ജീവിതത്തിൽ ഒരു കൊലയാളി പതുങ്ങിയിരിപ്പുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൻ്റെ പിന്നിൽ രാഹുൽ തന്നെയാണെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ അച്ഛന് ആ ഒരു വലിയൊരു ഭീഷണി ഉള്ളപ്പോൾ അച്ഛൻ വളരെയേറെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് മക്കൾ അങ്ങനെ ഉപദേശവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ തനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, തൻ്റെ പ്രിയതമയ്ക്ക് അതായത് രൂപയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കരുതെന്നാണ് CS അന്നേരത്തേക്ക് മക്കളോട് പറഞ്ഞത്. തൻ്റെ ജീവിതത്തിൽ താൻ ഇനിയും ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ടെന്ന് തനിക്കറിയാം. പക്ഷേ അവിടെയെല്ലാം ഒരു പക്ഷേ എനിക്ക് രക്ഷകരായിട്ട് ആരെങ്കിലൊക്കെ ഉണ്ടാകും. ആ ദുഷ്ടക്കൂട്ടങ്ങളുടെ വലയിൽപ്പെട്ട് കിടക്കുന്ന നിങ്ങളുടെ അമ്മയ്ക്ക് രക്ഷകരാകാൻ നമുക്ക് പോലും പെട്ടെന്ന് സാധിച്ചെന്ന് വരില്ല. അവരുടെ നീക്കങ്ങൾ എന്താണെന്ന് അറിയാൻ പോലും നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് വളരെയേറെ സൂക്ഷിച്ച് വേണം ഇനി മുന്നോട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഏത് നിമിഷവും ഇനിയിപ്പോൾ രൂപയുടെ കൂടെ ഒരാൾ അല്ലെങ്കിൽ രൂപയ്ക്ക് കാവലായിട്ട് ഒരാൾ വേണം എന്നുള്ള കാര്യം CS അങ്ങ് ഉറപ്പിക്കുക. അങ്ങനെ എന്തായാലും തന്നെ കൊല്ലാൻ വന്നവന്മാരുടെ ആ മരണ കത്തിത്തുമ്പിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോയെന്ന് നമ്മുടെ CS ഇനിയിപ്പോൾ ശത്രുക്കളെ തകർക്കാനും ശത്രുക്കൾക്ക് വേണ്ടി അടുത്ത ആയുധം കരുതാനും ഒക്കെ ആയിട്ട് ഒരുങ്ങുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാട്ടോ കല്യാണിയും രൂപയും തമ്മിൽ ഇങ്ങനെ അവിടെ വെച്ച് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കല്യാണി രൂപയോടും പറഞ്ഞു, അമ്മ വളരെയേറെ സൂക്ഷിക്കണം, ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ ഈ ന്യൂസ് ചോർന്നത് അമ്മ വഴിയാണെന്നെങ്ങാനും അയാൾ അറിഞ്ഞാൽ ഉറപ്പായും അമ്മയെ അയാൾ അപായപ്പെടുത്താൻ ശ്രമിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് പറഞ്ഞപ്പോൾ തൻ്റെ ജീവിതം അല്ലെങ്കിൽ തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയാലും തനിക്ക് കുഴപ്പമില്ല, പക്ഷേ ചന്ദ്രേട്ടനൊരാപത്തും സംഭവിക്കരുത് എന്ന് രൂപ ഇങ്ങനെ കല്യാണിയോട് പറയാം. എൻ്റെ പൊന്നുമോൾ എപ്പോഴും അച്ഛന് കാവലായിരിക്കണം, അതൊക്കെ മോൾ കിരണിനോട് പറയണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ചന്ദ്രേട്ടൻ്റെ ദേഹത്തൊരു തുള്ളി പൊടിമണ്ണ് വീഴാൻ പോലും അനുവദിക്കരുതെന്ന്. അപ്പോൾ അച്ഛൻ്റെ ദേഹത്ത് മാത്രമാണോ അമ്മേ പൊടിമണ്ണ് വീഴാതെ സൂക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ കാക്കേണ്ടത്? അമ്മയും ഞങ്ങളുടേത് തന്നെയല്ലേ, അമ്മയ്ക്കും ഒരാപത്ത് വരാതെ നോക്കേണ്ടത് ഞങ്ങളല്ലേ എന്നൊക്കെ കല്യാണി ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ എന്തായാലും ഈ രാത്രിയിൽ ഇവർ രണ്ടുപേരും കൂടെ ആ പുണ്യാളൻ്റെ മുന്നിൽ നിന്ന് പരസ്പരം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ ആ ഒരു തീരുമാനങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഈ രാഹുൽ എന്ത് ചെയ്തു? ഇതെല്ലാം ഫ്ലോപ്പ് ആയതിൻ്റെ കലിപ്പിലാണല്ലോ നേരെ രാഹുൽ തുള്ളിച്ചാടി വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ മനുമോനുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ മനുവിനെ ഇങ്ങനെ തുറച്ചു നോക്കി. അപ്പോൾ എന്താ അച്ഛാ, എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും മകളും ഭാര്യയും കൂടെ ചോദിച്ചപ്പം എല്ലാം കൈവിട്ടു പോയെന്നും രൂപ എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ രൂപയൊന്നും നിങ്ങൾ വന്നില്ല, എന്താ കാര്യം എന്ന് ചോദിച്ചു. അമ്മയും മോളും കൂടി. അപ്പോൾ CS-നെ കൊല്ലാനായിട്ട് ഇന്നൊരാളെ ഞാൻ പറഞ്ഞു വിട്ടതായിരുന്നു എന്നും പക്ഷേ അത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് ചോർന്നു പോയി, അത് ലീക്ക് ആക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം കൊണ്ട് അവൻ്റെ ശല്യം തീർന്നേനെ. പക്ഷേ അപ്പം അവൻ ചത്തില്ലേ എന്ന് ചാരി ചോദിച്ചു. ചാവാൻ പോയിട്ട് അവൻ്റെ 7 അയലത്തെത്താൻ പോലും ഞാനിന്ന് പറഞ്ഞു വിട്ടവന് സാധിച്ചില്ലെന്നുള്ള കാര്യങ്ങളും ഇങ്ങനെ പറയാം. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇവൻ്റെ ഒരു ആയുസിൻ്റെ ബലവേ, ഈ ആയുസിൻ്റെ ബലം കൊണ്ടാണ് അവനിങ്ങനെ രക്ഷപ്പെടുന്നത്. എൻ്റെ പൊന്നോ, നിങ്ങളെ കൊണ്ട് അല്ലെങ്കിലും പണ്ടേ തൊട്ട് ഒന്നിനും കൊള്ളത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരി ഇങ്ങനെ വീണ്ടും വീണ്ടും രാഹുലിനെ കുറ്റം പറയുന്നു. ശാരി, നിന്റെ കുറ്റപ്പെടുത്തലുകൾ കേട്ട് ഞാൻ മടുത്തു കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ അന്നേരം പറയും, നിങ്ങൾക്ക് എൻ്റെ നേരെ ചാടി കടിക്കാനല്ലേ അറിയത്തുള്ളൂ, അല്ലാതെ നിങ്ങൾക്ക് എന്തോന്ന് ചെയ്യാൻ അറിയാം, ആണുങ്ങളെപ്പോലെ അവനെ പോയി തീർത്തിട്ട് വരാനുള്ളതിന് നടക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഡയലോഗും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ രാഹുലിനിപ്പോൾ CS-നെ കൊന്നില്ലെങ്കിൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് പച്ച വെള്ളം പോലും കിട്ടില്ലെന്നുള്ളൊരവസ്ഥയിലേക്കൊക്കെ ആയി കാര്യങ്ങൾ. അപ്പോഴും രാഹുൽ നോക്കുന്നത് മനുവിനെയാണ്. മനുവാണോ ഒറ്റിക്കൊടുത്തത് എന്നുള്ള രീതിയിൽ. മനു ഇതിൻ്റെ ABCD പോലും അറിഞ്ഞിട്ടില്ല. അപ്പോൾ രൂപയാണിതൊക്കെ ഒറ്റിക്കൊടുത്തതെന്നെങ്ങാനും ഈ പറയുന്ന ദുഷ്ടക്കൂട്ടങ്ങൾ അറിഞ്ഞാൽ രൂപയുടെ ജീവിതവും ഒക്കെ ആപത്തിലാകും. അപ്പോൾ അതിനു മുന്നേ തന്നെ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് നമ്മുടെ CS-ന് കഴിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനുകളൊക്കെ കോർത്തിണക്കിയിട്ടാണ് കേട്ടോ നാളത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതും നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ ആദ്യം തന്നെ കാണാൻ കഴിയുന്നതുമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. സൂപ്പർ ഹിറ്റ് കഥയും കഥാവിശേഷങ്ങളും കഥാമുഹൂർത്തങ്ങളുമായി നമുക്ക് കാണാം. എല്ലാവരും ഇന്ന് വരെ തന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹങ്ങൾക്കും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ വീണ്ടും 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 അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.